ഹലോ ആൾ, വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ. അങ്ങനെ നമ്മുടെ 2024 ഡിസംബർ UGC നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഇന്നലെ രാത്രി വന്നു. എയ്ഫർ ഓഫീസിൽ നമ്മളിപ്പോഴും റിസൾട്ടുകൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലാണുള്ളത്. അപ്പോൾ അത് നിങ്ങളോട് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചെറിയ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ സമയത്തും ബേസിക്കലി നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എയ്ഫറിന് ഇത്രയധികം വളരാൻ സാധിച്ചിട്ടുള്ളത്. എയ്ഫറിന് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ വാട്ട് വി കൻ സേ കേരളത്തിൽ UGC നെറ്റിൻ്റെ റിസൾട്ടിൽ ടോപ്പ് ആവാൻ പറ്റിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇനീഷ്യലി 14 ആയിരുന്നു. ഇനീഷ്യലി നമ്മൾ ആദ്യമായിട്ട് 50 ആയി 51 50ന്റെ മുകളിൽ നമുക്ക് JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ JRF എയ്ഫറിന് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആസ്പെക്ട്. അതുപോലെ തന്നെ നമ്മളെ ഫൈനൽ റിസൾട്ടുകൾ ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഈ പ്രാവശ്യത്തെ എക്സാമിന്, ഡിസംബർ എക്സാമിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്ന സ്ക്രീനിൽ കാണുന്നതാണ്. 439 നെറ്റാണ് സോഫാർ വന്നിട്ടുള്ളത്, 54 JRF ആണ് വന്നിട്ടുള്ളത്, 1014ഓളം PhD അഡ്മിഷൻ ആണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ആസ് ഓഫ് നൗ നമ്മുടെ ടോട്ടൽ റിസൾട്ട്. ഞാൻ വീണ്ടും പറയാണ്, ഇത് ഈ സമയത്തുള്ള ടോട്ടൽ റിസൾട്ട് ആണ്. നമ്മുടെ ടീം കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനേക്കാളേറെ ഇനിയും ഒരുപാട് റിസൾട്ട് കൂടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളത്തോട് കൂടിയിട്ട് അതിന് കംപ്ലീറ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരാൻ പറ്റും. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ വളരെ വലിയൊരു റിസൾട്ട് വന്ന ദിവസം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടും നിങ്ങളാണ് നമ്മളെ എയ്ഫറിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് UGC നെറ്റ് എക്സാമിന് ഇപ്രാവശ്യത്തെ എക്സാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ചധികം കട്ട് ഓഫ് ഒക്കെ പല സബ്ജക്റ്റുകളും കൂടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാറിയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വരും നാളെ നമ്മളൊരു വെബിനാർ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്ഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ നാളെ 8 മണിക്ക് എങ്ങനെയാണ് ഇപ്രാവശ്യം പ്രതീക്ഷ മാർക്ക് ലഭിക്കാത്ത, ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എയ്ഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. നാളത്തെ വെബിനാറിൽ വിശദമായിട്ട് ഞാൻ പറയാം, ഇപ്പോൾ ജസ്റ്റ് ഇത് പറയാന്നുള്ളതാണ്. അതുപോലെ തന്നെ പല ആളുകളും എയ്ഫറിന്റെ കോഴ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ എയ്ഫറിന്റെ ജൂൺ ബാച്ചിനുള്ള വീണ്ടും ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിക്കാനുള്ള ജൂൺ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 1000-ലധികം റിസൾട്ടുകൾ കവർ ചെയ്തിട്ടുണ്ട്. 4 മാസമാണ് നമുക്ക് ഏകദേശം ഇനി എക്സാം ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ റിസൾട്ടിന്റെ റെക്കോർഡിന്റെ ഒരു ആസ്പെക്റ്റിൽ 25% ഓഫറോട് കൂടി എയ്ഫറിന്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസുമുള്ള മിഷൻ JRF പ്രീമിയർ ബാച്ചിന്റെ ബേസിക്കലി ലാസ്റ്റ് ഫൈനൽ ബാച്ചിന്റെ അഡ്മിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ മേ ബി ഇനിയും 1-2 മാസം കഴിഞ്ഞ ബാച്ചുകൾ ഉണ്ടായിട്ട്, പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ഫെസിലിറ്റീസ് എല്ലാ ബാച്ചിനും കൊടുക്കാൻ പറ്റണമെന്നില്ല. ഒരു 3 to 4 months വരുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫെസിലിറ്റീസിന്റെ മിഷൻ JRF പ്രീമിയർ ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 300 അഡ്മിഷന് നമ്മൾ 25% ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ നമ്പർ, കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോരോ പോസ്റ്ററുകളിലും നിങ്ങൾക്ക് നമ്പേഴ്സ് കാണാൻ സാധിക്കും. സോ അപ്പോൾ ബേസിക്കലി കേരളത്തിലെ തന്നെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എയ്ഫറിന്റെ അടുത്ത വർഷത്തെ വീണ്ടും റെക്കോർഡ് സൃഷ്ടിക്കാൻ പോകുന്ന ആളുകളിൽ ഒരാളാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ലെറ്റ്സ് ബി എ ടീം. ഇപ്രാവശ്യത്തെ ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ ഓവർകം ചെയ്തുകൊണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് വിജയിക്കാം. അപ്പം നമുക്ക് വീണ്ടും വിശദമായിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ച് നാളത്തെ വെബിനാറിൽ കാണാം. അപ്പോൾ എല്ലാവരും നാളെ 8 മണിയുടെ വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. എയ്ഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ദിവസങ്ങൾ കാണാം.